ആക്ച്വലി വിനു ഇവിടെ ഇല്ല, നാട്ടിൽ പോയി. അത് ഞങ്ങൾക്കറിയാം, വിനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോനെ കണ്ടാകെന്ന് പറഞ്ഞത്. അതെ, പക്ഷെ ബ്രോ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച്. ഇവിടെ 2 റൂമിലായിട്ട് 4 പേരെ താമസം. പിന്നെ നിങ്ങളുടെ പ്രൈവസി ഒക്കെ അത്ര ഉള്ള. ഞങ്ങൾക്ക് എന്ത് പ്രൈവസി? ഇവിടെ അല്ലേ ഷൂ വരുന്നത്? പട്ടിവിനു ഇവനോടത്തെ മെയിനല്ലേ? ബ്രോ ഹോളിലാരും കിടക്കണല്ലോ. ഇല്ല, ഹോളിലാരും കിടക്കുന്നില്ല. അപ്പൊ ഞങ്ങളിവിടെ സെറ്റ് ആയിക്കോളാം. ഞാൻ ആദ്യം വിളിക്കോട്ടാ. ബ്രോ ബാത്റൂം എവിടെയാണ്? ബാത്റൂം ആ കണ്ട് എടാ ഞാൻ വിളിച്ചിട്ടാ. ബ്രോ ആ കളി ഒന്ന് നോക്കൂ. കളി മഴ ഉപയോഗിച്ചു ആണ് അന്ന് ഈ സേരി വെക്ക്. എന്നാ വെച്ചോ. എടാ നീയേ അവളൊന്ന് വിളിച്ചോക്ക്, എന്നിട്ട് എങ്ങോട്ടാ വരണ്ടേ നോക്കി. അവൾ വിളിച്ചിട്ട് കിട്ടണടാ. അത് ശരി. നമസ്കാരം. എടാ നീ കുളിക്കണല്ലേ? ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ഏത് ഓപ്പിലാണ് ഇവിടെ കയറിക്കണേ? ആ പട്ടീന്റെ കെയർ ഓഫിൽ ഒന്ന് കയറിയതാണ്. ആ വിളിച്ച് പറഞ്ഞായിരുന്നു കുമാരന്റെ കാര്യം. ഹലോ ഹലോ, കുറെ മിസ് കോൾ ഉണ്ടല്ലോ. ഞാനിപ്പോ എവിടെയെന്നറിയോ? എറണാകുളത്തല്ലേ? അല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നേക്കണേണ്. തിരുവനന്തപുരത്തേക്കാ? എന്തിന്? ഞങ്ങൾ നാളെ കല്യാണത്തിന് തന്നെ ഉണ്ട്. ഞങ്ങളാ? വേറെ ആര്? എന്റെ കൂടെ വരുന്നുണ്ട് എന്റെ ഫ്രണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങളെന്ത് പണ്ടാർത്താണ് ഇങ്ങോട്ട് കിട്ടിയെടുത്തേ? നീ ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് പോണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നീ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പോലെ എനിക്ക് തോന്നിയത്. അയ്യോടാ. അതെ, കല്യാണം എവിടെ വെച്ചിട്ടാണ്? ഏത് ഹോളിലാണ്? ഉറങ്ങാൻ പറ്റണല്ലോ. നീ ലൊക്കേഷൻ അയച്ചിട്ടേക്ക്, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. 250 കിലോമീറ്റർ വണ്ടി ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ. അതെ, ഒരു സെക്കൻഡ്, ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കണേ. ഉറക്കൂല്ല. ഞാൻ 250 കിലോമീറ്റർ മഴയും കൊണ്ട് ബൈക്ക് ഓടിച്ചെന്ന് എന്തിനാന്ന് എനിക്കറിയോ? അനുമിസിന്റെ കല്യാണം കൂടാൻ. അതിനല്ല, എന്റെ ഫോൺ ഓഫ് ആണതിന് മുമ്പേ നിന്റെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോണേണ്. നേരെ ഒരുപാടായി. ഞാൻ ആളിക്കട്ടെ. ഗുഡ് നൈറ്റ്. അല്ല പോലെ. മോളെ ഷെറിനെ മാറുന്നില്ല കൂടെ എന്റെ നെഞ്ചത്തോട്ട്.